ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമുക്കൊന്നും സങ്കല്പിക്കാനാകാത്ത ഒരു ദുരന്തമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അല്ല. ആ മേഖലകളിൽ നേരിട്ടെത്തുമ്പോഴാണ് ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നത്. കാരണം അത്രത്തോളം, കാരണം 3-4 ആൾ പൊക്കമുള്ള കല്ലുകൾ, പാറക്കല്ലുകൾ വന്ന് പതിച്ച ഒരു പ്രദേശമാണ്. ഏതാണ്ട് 400-ന് മുകളിൽ വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. ഒരു സജീവമായ ഒരു മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങളോ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി, മനുഷ്യരും അവശേഷിക്കുന്നില്ല. നിരവധി മനുഷ്യരെക്കുറിച്ച് ഇപ്പോഴും വിവരം ലഭിക്കാനുണ്ട്. അപ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമ്മൾ നേരിട്ട് ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു ഭീകരത മനസ്സിലാകുന്നത്. വിനേഷ് നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്ത ഒരാളാണല്ലോ. ഈ ദുരന്തം അതെങ്ങനെ അതിജീവിക്കും വയനാട്? ബിനേഷിലേക്ക് വരാം. ബിനേഷിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഡാന് ഏതായാലും പ്രധാനമന്ത്രി വരുമ്പോൾ ഈ ഷെഡ്യൂളുകളിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതകൾ ഡാൻ കുര്യൻ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഡാനും മിഥുനുമുണ്ട്, MG മിഥുനുമുണ്ട്. ഡാൻ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഡാനും ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് നമ്മൾ രാവിലെ സംസാരിക്കുകയായിരുന്നു. നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചകൾ കണ്ട് നമ്മൾ ആശങ്കപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിന്റെ ദുരന്തം ഒരുപക്ഷെ പുത്തുമലയൊക്കെ എത്രയോ മുകളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ വയനാട് ഇതിനെ അതിജീവിക്കുക എന്നുള്ളത്, അതിന് പൂർണ്ണമായ പിന്തുണ വയനാട് ലഭിക്കുക എല്ലാ മേഖലകളിൽ നിന്നുമുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഈ അതിജീവനം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് എങ്ങനെ സാധ്യമാകുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇത് സമീപകാലത്തൊന്നല്ല, കേരളം ഇങ്ങനെയൊരു മഹാദുരന്തം ഇതിനോടകം നേരിട്ടിട്ടില്ല. ആ സമീപ ദശകങ്ങളിലൊന്നും അത് കൃത്യമായി കാണാൻ കഴിയും. നമുക്ക് ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഒരു തവണയെങ്കിലും നേരിൽ കാണുന്നവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല. 2 ഗ്രാമങ്ങൾ മുഴുവനായി, 2 ചെറു ടൗണുകൾ മുഴുവനായി ആ വെള്ളത്തിൽ പാറക്കെട്ടുകൾക്കൊപ്പം ചെളിമണ്ണിനൊപ്പം ചോർന്നൊലിച്ച് കുത്തിയൊലിച്ച് സൂചിപ്പാറയിലേക്ക് ഒഴുകിപ്പോയെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് സങ്കല്പിക്കാൻ കഴിയുക? അത്രമാത്രം വലിയൊരു ദുരന്തമാണ് 12 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വയനാട്ടിലുണ്ടായത്. സ്വാഭാവികമായി ഈ മുണ്ടക്കയെയും പുഞ്ചിരിമട്ടത്തെയും ചൂരൽമലയും ഒക്കെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി ഇനി എത്ര കണ്ടങ്ങ് സാധ്യമാകും എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം ഈ ദുരന്തമുണ്ടായ മേഖലകളിൽ, പ്രത്യേകിച്ച് ആ സ്ഥലങ്ങളിലേക്ക് ഇനി ആളുകൾ താമസിക്കാനായി തിരികെ വരുമോ? സ്വാഭാവികമായി സ്വന്തം മണ്ണാണ്, ആ മണ്ണാണ് ഇങ്ങനെ മണ്ണിൽ ചോർന്നൊലിച്ചു പോയിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് ഇനി അവർ തിരികെ എത്തുമോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് തിരികെ എത്തിയില്ലെങ്കിൽ അതിജീവനത്തിന് മറ്റെവിടെ ഇത്രയധികം ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടി, അവർക്ക് ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മറ്റേത് ഭാഗം ഒരുമിച്ച് തിരഞ്ഞെടുത്ത് നൽകാൻ കഴിയും? ഇതടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു ആശങ്ക ഉണർത്തുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അതിജീവനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രായോഗികമായ ക്രിയാത്മകമായ ഇടപെടലുകളാണ് ഉണ്ടാകേണ്ടത് എന്ന ഒരു കാര്യം കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി പൊതുവെ വരുന്നതും. അവിടെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നുള്ള ഒരു അഭിപ്രായം സ്വാംശീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിന് കഴിയുമോ? നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഒരു ഇടപെടൽ, അവരുടെ ഒരു പാക്കേജ് വയനാടിന് വേണ്ടി വേണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി തന്നെ ഇവിടെ നേരിട്ടെത്തി ദുരന്തമുണ്ടായ സ്ഥലങ്ങൾ നേരിട്ട് കാണുന്നതിലൂടെ അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ബോധ്യമുണ്ടാകും എന്ന് തന്നെയാണ് സർക്കാരും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പമാണ് ഇന്നലെ ഇവിടെ എത്തിയ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. അവർ കൃത്യമായി ദുരന്ത മേഖലകളിലെല്ലാം സന്ദർശനം നടത്തിയിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് NDRFന്റെ മേധാവി, ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന NDRF മേധാവി തന്നെ നമ്മളോട് വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായി അവരടക്കം തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ കൃത്യമായി പരിഗണിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, ഈ ദുരന്ത മേഖലകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി, ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി കൃത്യമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന ഒരു കൃത്യമായ ആവശ്യത്തിൽ സംസ്ഥാനം ഉറച്ചു നിൽക്കുന്നത് ആ ദുരന്തത്തിന്റെ വ്യാപ്തി കാരണം തന്നെയാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കണ്ടതാണ് എത്ര വലിയ സഹായമാണ് ഈ വയനാട്ടിലേക്ക് പ്രവഹിച്ചത് എന്നുള്ളത്. വയനാട്ടിലേക്ക് പ്രവഹിച്ച സഹായങ്ങൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെയും മറ്റും കണ്ടതാണ്. അത്രയധികം ജനങ്ങൾ വയനാടിനെ കരുതുന്നു. ഇപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നം, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ പുനരധിവാസത്തിനുള്ള ഒരു സാമ്പത്തിക പ്രശ്നം ഒഴിച്ച് ബാക്കി ഒരു സഹായവും വയനാടിന് ഇല്ലാതാകുന്നില്ല. കാരണം അത്രത്തോളം കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. സാധന സാമഗ്രികളായാലും വസ്ത്രങ്ങളായാലും ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങളായാലും ഒക്കെ നിരവധിയായി ഇനിയും ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ എത്തിക്കേണ്ട
എന്ന് ജില്ലാ കളക്ടർക്ക് തന്നെ പറയത്തക്ക രീതിയിലുള്ള വലിയ ഒരു മാതൃകാപരമായ സംഭാവന ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് പ്രധാനമാണ്.